അമ്മാമേ, നമുക്കിന്ന് എല്ലാവർക്കും കൂടെ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചാലാ? മോഹൻലാല് നിന്നാലല്ലേ കയ്യിലിരിക്കട്ടെ നമ്പർ. ആ സിനിമ ഞാനും കണ്ടതാണ്. അയ്യോ, നമ്പർ ഒന്നുമല്ല അമ്മാമേ. അങ്ങനെയാണെങ്കിൽ ഒരു സിനിമയ്ക്കും പോകാം. കുറെ നാളായി ഞാനൊക്കെ ഒരു ഔട്ടിങ്ങിന് പോയിട്ട്. ഞാൻ വീട്ടിലൊന്നും ഇല്ലായിരിക്കണായിരുന്നു. അപ്പൊ വന്നപ്പോ എല്ലാരും കൂടെ ഒരു ഔട്ടിങ്ങിന് പോകാന്ന് വിചാരിച്ചു. എല്ലാരും ഉണ്ടട്ടോ വീട്ടിലാ. വീട്ടിൽ നിന്ന് നേരെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനാണ് പോയത്. കഴിച്ചത് വേറെ ഒന്നുമല്ല, നല്ല അടിപൊളി പഴങ്കഞ്ഞിയും പിന്നെ നമ്മുടെ കൊഴുവ ഫ്രൈയും കക്കയൊക്കെയാണ്. അത് കഴിഞ്ഞ് നേരെ സിനിമാ തിയേറ്ററിലോട്ടാണ് പോയത്. നമ്മുടെ ധീരൻ സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അപ്പൊ അതൊന്ന് കാണാന്ന് വിചാരിച്ചു. പോപ്കോണും ഡ്രിങ്ക്സ് ഒക്കെ ആയിട്ട് ഞങ്ങൾ നേരെ തിയേറ്ററിലോട്ട് കയറി. ഞങ്ങളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് പടം കണ്ടുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് അമ്മ അടിപൊളിയായിട്ട് ചിരിച്ചൊക്കെയാണ് ഇരുന്ന് എൻജോയ് ചെയ്ത് പടം കണ്ടുകൊണ്ടിരുന്നത്. നല്ല കൂടാ. എനിക്ക് ആ ബോഡിയുടെ എടുത്തോണ്ട് നല്ല പടം. പടം എങ്ങനെ ഉണ്ടായിരുന്നു? സിനിമ കഴിഞ്ഞ് ഞങ്ങൾ അതേ വരാപ്പുഴ പള്ളിയുടെ ഫ്രണ്ടിലൊന്ന് കറങ്ങിയേട്ടാ. വീട്ടിൽ ചെന്നപ്പോ നല്ല പൊരിഞ്ഞ മഴയായിരുന്നിട്ടാ. ഒരു കാര്യം പറയാ, ധീരൻ സിനിമ നല്ല അടിപൊളി സിനിമയാണ്. അത്യാവശ്യം ചിരിക്കാനുള്ള സിനിമയാണ്. ഫാമിലിയുടെ ഒപ്പം ഔട്ടിങ്ങിന് പോകുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്? സിനിമയ്ക്ക് പോകണതാണോ, അല്ലെങ്കിൽ പുറത്തിരുന്ന് ഇങ്ങനെ വർത്താനം പറയണാണോ, അല്ലെങ്കിൽ ഫുഡ് കഴിക്കണേണോ? നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയണം കേട്ടാ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.